ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പിയാൻഡ്രോ ഗെയിമിംഗ്. നമ്മൾ വന്നിരിക്കുന്നത് ഒരു ടൂർണമെൻറ്റ് മാച്ചായിട്ടാണ്. അപ്പോൾ ഒരു ക്രൂഷ്യൽ ടൂർണമെൻറ്റ് മാച്ചാണ്, ടീം ടൂർണമെൻറ്റാണ്. അപ്പോൾ നമ്മൾ ജയിച്ചാൽ നമ്മുടെ ടീം ജയിക്കുള്ള ഗൈസ്. അപ്പോൾ നമ്മൾ വെറുതെ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മൾ സെയിം 4-2-1-3 ഫോർമേഷൻ പെപ് ഗാർഡിയോള അടുത്ത് അധികമായിട്ടില്ല ഗൈസ്. അപ്പോൾ നമ്മൾ കളിപ്പിച്ചോ കാളെ എങ്ങനെ ഉണ്ടെന്ന് എന്നിട്ട് വേണ്ട റിവ്യൂ ഒക്കെ ചെയ്യാൻ. അപ്പോൾ ഓപ്പോണ്ട് സീനാണ് ഗൈസ്. 4-1-3-2 ആർണോൾഡ്, റൊണാൾഡോ, അയ്യോ റുമിനിഗി, അയ്യോ സീനാണല്ലോ ഗൈസ്. മൾഡീനി ഇരിക്കുന്നുണ്ട് 103-ൻ്റെ. ഡിഫൻസും മിഡും അറ്റാക്കൊക്കെ സീനാണ്. ഫോർലാനൊക്കെ ഇരിക്കുന്നുണ്ട് സബ്ബിൽ. എൻ്റെ പകുതിയേ സീനാ തോന്നുന്നുണ്ട്. അവനും മറ്റേ മാനേജറല്ല, അവനും ബൂസ്റ്റർ. അപ്പോൾ ഗാഡിയോള ഗൈസ് നമ്മുടെ ടച്ചാണ്. റുഡീഗർ ടു അലബ ടു റോഡ്രി. ആ മാച്ചപ്പ് ആണല്ലോ ഗൈസ്. പിന്നെ റോഡ് തന്നെ പിടിച്ചിട്ടുണ്ടത് മിഡിൽ. പിന്നെയും പോയി ഗൈസ്. നെഡ്വേർഡ് എടുത്തു. നെഡ്വേർഡ് ടു റൊമിനിഗി ടു നെഡ്വേർഡ് ടു അർണോൾഡ്. ക്രോസ് ആണോ? ഡിലേറ്റ് എടുത്തു. റോഡ്രി വെല്ലിംഗം ടു മെസ്സി ടു ഡബിൾ ടച്ച്. നേരത്തെ ഗൈസ്. അവൻ്റെ കൗണ്ടറാണ് ഈശ്വര കളിക്കുന്നത്. പൊസിഷൻ ഗെയിം എന്നുണ്ട്. ഉണ്ടർ ആരാണ് ഈ ഉണ്ടർ? നെഡ്വേർഡ്. പൊസിഷൻ പിടിക്കുന്നുണ്ട് ഗൈസ്. അർണോൾഡ് നെഡ്വേർഡ്. പിന്നെ അർണോൾഡിനെ ക്രോസ് ആയിരിക്കും മിക്കവാറും. അവൻ അപ്പോൾ കിട്ടിയിരുന്നൊരു ഗോള്. ഫസ്റ്റ് തന്നെ ഗോൾ കിട്ടി കഴിഞ്ഞാൽ പിന്നെ പ്രഷറാവും ഗൈസ്, കളിക്കാൻ പറ്റില്ല. ഡെമ്പലെ നമുക്കൊരു ശരിയായില്ല ഗൈസ്. ഈ സ്കില്ല് എപ്പോൾ വന്നാലും ഭാഗ്യമില്ല, കറക്റ്റ് കിട്ടില്ല. ഓപ്പല കൊസ്റ്റക്കോട്ട എടുത്തിട്ടുണ്ട്. ഒടേഗ ടു ഡെമ്പലെ ടു മെസ്സി ടു ഡെമ്പലെ വിങ് മറയ്ക്കാം. അർണോൾഡ് അടി ചെയ്ത് ഗൈസ്, നമുക്ക് കിട്ടിയില്ല. അവൻ വിങ് ഓപ്പൺ ആണല്ലോ. അർണോൾഡ് ടു റൊണാൾഡോ. റോഡ്രി ഇവിടുന്ന് വന്നിട്ടാണ് ടിക്കണ്, പറന്ന് വന്നിട്ട് കുരിപ്പ്. മെസ്സി ടു ഒടേഗ ടു ഗൈസ്. അവൻ നല്ല പൊസിഷൻ പിടിച്ച് കളിക്കുകയാണ്. റുഡീഗർ പിടിച്ച് ഗൈസ് അത്, അല്ലെങ്കിൽ അവൻ്റെ നിന്ന് വീണ് കിട്ടിയൊരു ചാൻസ് ആയിരുന്നു. അർണോൾഡ് ടു നെഡ്വേർഡ് ടു അർണോൾഡ് 1-2 കളിച്ചാറ് നോക്കാണ്. ബെർഗോമി. അവൻ സ്പേസ് ഉണ്ടാക്കാൻ നോക്കുകയാണ് ഗൈസ്. പക്ഷെ നമ്മൾ വിടുമോ? നമ്മൾ മാച്ചപ്പ് ചെയ്ത് പിടിച്ച്. റോഡ്രി മുത്താണ് ഗൈസ്. തിരിച്ച് സൺ ടേൺ. മോനെ സണ്ണ് വെച്ചൊരു 1-1 പോകാൻ നോക്കിയതാ മോഞ്ചി. ഒടേഗ മെസ്സി ടു പെഡ്രി. അവൻ എന്ത് തേങ്ങ കളിക്കുന്നത്. ഡിഫൻസ് ഭയങ്കര കട്ടിയാണുള്ള കൈസാണ്ട്. അകത്തേക്ക് ഒരു ഗ്യാപ്പ് കിട്ടണില്ല. അവൻ്റെ മാൾഡീനൊക്കെ നിൽക്കണണ്ട. എന്ത് തേങ്ങ. റോഡ്രി പിന്നെ എടുത്തവൻ്റെ. അവരുടെ റോഡീഗറൊക്കെ ഉണ്ട്. നമ്മുടെ റോഡീഗറും ഉണ്ട് കേട്ടോ, നന്നായി കളിക്കുന്നുണ്ട് കൈസ്. വിടണില്ല. അവനൊരു അറ്റാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അതുവരെ കേട്ടോ. നമ്മളും ബോക്സിക്ക് കടത്തിയിട്ടില്ല, അത് നോട്ട് ചെയ്യണം കൈസ്. പിന്നെ പോസ്റ്റൻ ഗെയിം എന്നിട്ട് അവനാ പോസ്റ്റൻ കളിക്കുന്നത്. ബെല്ലിംഗം ടു വിങ് ഓപ്പൺ ആണ് ഗൈസ്. ബെല്ലിംഗം ടു മെസ്സി. അവൻ്റെ മാൽഡീനി. റോഡ്രി എടുത്തിട്ടുണ്ട്. നിരാശപ്പെടുത്തല്ലേ. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഇതുവരെ ഒരു തേങ്ങ നടന്നില്ല. സെക്കൻഡ് ഹാഫിലെങ്കിലും തിരിച്ചു വരാൻ പറ്റുമോ നോക്കാം. അവൻ്റെ ഫോർമേഷൻ കണ്ട, അവൻ്റെ പ്ലേയേഴ്സ് കണ്ട ഗൈസ്. തേങ്ങ നമ്മുടെ പ്ലേയേഴ്സ് നോക്ക്. അവനൊക്കെ എങ്ങനെ കറക്കി എടുക്കണത്? അവനൊക്കെ കോയിൻ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. നമുക്കധികം കോയിൻ പർച്ചേസ് ചെയ്യണമെന്നില്ല ഗൈസ്, നമ്മൾ കളിച്ച് കിട്ടിയ കോയിനൊക്കെ. ബെല്ലിംഗം റുഡീഗർ പിടിച്ച്. ആ വരവ് കണ്ടപ്പോൾ മനസ്സിലായി. ആ വിങ് ഓപ്പണാണ് ഗൈസ്. വിങ്ങിക്ക് പോയി കഴിഞ്ഞ് നമുക്ക് മാച്ചപ്പ് ചെയ്ത് ബാക്ക് വലിക്കാം. മോനെ അത് നൈസായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്ത് പിടിച്ച് ഗൈസ് മാനുവലി. അത്രയുള്ള ഗൈസ് നമ്മുടെ സീനല്ലേ. നമ്മുടെ മാർക്കിംഗ് സീനാണ്, എല്ലാവർക്കും അറിയാം. റൊമിനിജി ഡബിൾ ടച്ച് ഇടാനുള്ള സ്പേസ് കൊടുത്തവൻ ഡബിൾ ടച്ച് ഇട്ട് അടിയും. പക്ഷെ അതിനുള്ള കഴിവ് ഓപ്പൺ ഉണ്ടെന്ന് തോന്നുന്നില്ല. ഇതുവരെ ഡബിൾ ടച്ച് സ്കില്ലൊന്നും കണ്ടിട്ടില്ല. നമുക്കൊരു ചാൻസ് ഉണ്ട്.
സൺ 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 ടേൺ നൈസായിട്ട് എൻ്റെ മോനെ അത് അടിച്ചാൽ മതിയായിരുന്നു. തേങ്ങ വണ്ടറായിട്ടാണ് ഞാൻ മുന്നേ കൊടുത്തു പോയി കഴിച്ചു. അത് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഈ പാസിങ് ഓപ്ഷനൊക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഓപ്ഷൻ കൊണ്ടുവരണം കഴിച്ചു. അവൻ്റെ അറ്റാക്കാണ് തേങ്ങ. ഇതൊരു കൗണ്ടർ ആവുമെന്ന് അറിയില്ല. പക്ഷേ റോഡ് എടുത്തിട്ടുണ്ട് കഴിച്ചു. റോഡ് നൈസാണ്. പക്ഷേ എന്ത് കുഴപ്പമില്ല. ആളെന്നെ ഡിഫെൻഡ് ചെയ്തിട്ടുണ്ട്. സണ്ണിൻ്റെ ഒന്ന് പോയപ്പോൾ എന്ത് സണ്ണ് എന്നെ പിടിച്ചിട്ടുണ്ട് കഴിച്ചു. സബ്ബറക്കാം ടൈമില്ല. നമുക്ക് ആദ്യം എംബാപ്പേനെ കൊണ്ടുവരാം വിങ്ങിൽ. റൈറ്റ് വിങ് എംബാപ്പ കളിക്കട്ടെ. റൈറ്റ് വിങ്ങിൽ അവൻ കളിക്കുന്നില്ല. ഡെമ്പലിലെ പോരാ. നമുക്ക് വിനീഷ്യസിനെ കൊണ്ടുവരാം. മെസ്സി പോരാ. പിന്നെ നമുക്ക് പെഡ്രിനെയും കൂടി കൊണ്ടുവരാം. പെഡ് നൈസായിട്ട് മിഡ്. ഇനി എങ്ങനെ എന്തെങ്കിലും കാരണം നമുക്കൊരു അറ്റാക്ക് ആകെ വന്നത് ആ സെയിം സാധനം. അവനൊരു അറ്റാക്ക് വന്നിട്ടില്ല. നമ്മളൊരു അറ്റാക്ക് വന്നിരുന്നത് പാസിങ് കൊണ്ടേ കളഞ്ഞു. എങ്ങനെ ഒരു അറ്റാക്ക് ഗോളടിച്ച് നമ്മൾക്ക് ജയിച്ചാൽ പറ്റും. സൺ വിനീഷ്യസ്. വിങ് ഓപ്പൺ. എംബാപ്പെ സീൻ സൂപ്പർ സംഭവം പറ്റും എംബാപ്പയ്ക്ക്. എൻ്റെ മോനത് കേളി ചെയ്യേണ്ട സാധനമായിരുന്നു. കേളി തന്നെയാണല്ലോ ചെയ്തു. തേങ്ങ അത് എന്ത് ഇങ്ങനെ അടിച്ച് എന്ത് പരിപാടി അത്. തേങ്ങ കോളി തേങ്ങ ഒരു കഷ്ടപ്പെട്ടൊരു സാധനം കൊണ്ടുതന്നെ ഭാഗ്യമില്ല തോന്നുന്നുണ്ട് ഗൈസ്. കുഴപ്പമില്ല. ഒരു അവസരം കൂടി. പക്ഷേ മാൾഡീനി ഓടേക്കാട്ട് സൺ പെർഗോമി സണ്ണിനെ കുപ്പിയിലിട്ട് വെച്ചേക്കാണ്. അവൻ്റെ മാച്ചപ്പ് സീന. നമ്മളും മാച്ചപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവണ്ട. റുഡികളുടെ അടുത്ത് പക്ഷേ ഇത് ഫസ്റ്റ് കോട്ട. പക്ഷേ അവൻ നന്നായി പൊസിഷൻ കളിക്കുന്നുണ്ട് ഗൈസ്. പക്ഷെ ഇതുവരെ ഒരു അറ്റാക്ക് അവന് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ആകെ ഒരു ക്രോസ് വന്നത് നമ്മൾ കീപ്പർ സേവ് ചെയ്തതല്ലാതെ പിന്നെ അവൻ്റെ ഒരു അറ്റാക്ക് വന്നിട്ടില്ല ഇതുവരെ. നമ്മൾ 2 അറ്റാക്ക് അടിപൊളി സാധനം പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഗോളായില്ല കൈസ്. കീപ്പർ സേവ് ചെയ്ത് അവൻ്റെ ആ ക്രോസ് വന്ന് കീപ്പർ സേവ് ചെയ്ത് തന്നെയുള്ളൂ. പിന്നെ അവൻ്റെ വേറെ അറ്റാക്കൊന്നും വന്നിട്ടില്ല. റോഡറി. പക്ഷേ വിനീഷ്യസ് വന്നപ്പോൾ ഫ്രണ്ടിലൊരു മൂവ്മെൻറ്റ് വന്നില്ല കൈസ്. അറ്റാക്കിൽ ബെർഗോമി പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ബെർഗോമി അലബ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മിസ്സാണല്ലോ കൈസ്. റുഡി എടുത്തിട്ടുണ്ട് കൈസ്. നമ്മളെ സെറ്റ് ചെയ്തു. മോനെ എംബാപ്പയ്ക്ക് കില്ലാൻ ചാൻസ് ഉണ്ട്. ഒരു ഡബിൾ ടച്ച് മോനെ. കാരണം സ്റ്റണ്ണിങ് ഉടയ്ക്കാം. മോനെ എംബാപ്പ എമ്പുമ്പോൾ എന്താ കാട്ടണ് മോനെ. ലാസ്റ്റ് മിനിറ്റ് കിട്ടിയൊരു അറ്റാക്കാണ് കൊണ്ടുപോയി കളഞ്ഞത്. ഇത്ര ടഫാണ് അവൻ്റെ ഡിഫൻഡ്. എങ്ങനെ കഷ്ടപ്പെട്ടൊരു അറ്റാക്ക് കിട്ടണമെന്ന് അറിയോ? അല്ലെങ്കിൽ ഒക്കെ ഗോളാണല്ലോ. ആവശ്യമുള്ളപ്പോൾ ഒന്നും അടിക്കില്ല. ലാസ്റ്റ് അറ്റാക്കാണ് കേസ്. ഫൈനൽ പിച്ചിൽ കഴിച്ചു. നല്ലൊരു മാച്ചായിരുന്നു. അപ്പോൾ മാച്ച് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഒന്നും പറയാനില്ല. നൈസ് മാച്ചായിട്ട് ഓപ്പോണിൻ്റെ ഡിഫെൻസ് ചെയ്യുന്നതാണ്. ആ ഒരു അറ്റാക്ക് ഓപ്പോണിൻ്റെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ഫുൾ ഡിഫെൻഡിങ് ആയിരുന്നു. പിന്നെ 2 വെബ് ഗാർഡുകളാണല്ലോ. പിന്നെ ഡിഫെൻഡിങ്ങിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. നമ്മൾ നന്നായി ഡിഫെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗൈസ്. സ്റ്റാർട്സ് നോക്ക് ഗൈസ്. നമ്മളിനാണ് അറ്റാക്ക് ചെയ്തിരിക്കുന്നത്. റോഡറിയാണ് ഗൈസ് നമ്മുടെ മാൻ ഓഫ് ദ മാച്ച്. റോഡറി മരിച്ച് കളിച്ചിട്ടുണ്ട്. അറ്റാക്കേഴ്സ് ഒക്കെ ഭയങ്കര ഷോക്കായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ പറയാം. നമുക്ക് അടുത്ത വീഡിയോ കാണാം.